ലോക്സഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കപ്പെട്ടതോടെ സ്ഥാനാർത്ഥികളെല്ലാം വോട്ട് പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ തോമസ് ഐസക്കാണ് നമ്മോടൊപ്പമുള്ളത്. സ്വാഗതം സാർ. ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്ങനെയാണ്, ഒരു ആശങ്കയുണ്ടോ? 40 ദിവസമുണ്ട്, ആവശ്യത്തിലധികമാണ്. 40 ദിവസം ഇനഫാണ് അല്ലേ? പിന്നെ മതിയാവും. ആളുകൾക്ക് ഇവിടെ ഇനിയിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈ 40 ദിവസം മതി. അതിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ആളുകൾക്ക് സുപരിചിതനാണ്. ഈ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിലേക്ക് എത്തിയിരുന്നു. അത് BJPക്ക് ക്യാമ്പിലൊരു ഉണർവ് നൽകിയിട്ടുണ്ട്. LDFന് എന്തെങ്കിലും ഒരു ആശങ്കയുണ്ടോ? BJPക്ക് ഏതാണ്ട് 29% വോട്ട് 2019 കിട്ടിയതാ. അതിങ്ങ് താഴേക്ക് പോന്നു. നമ്മുടെ ലോക്കൽ ഗവൺമെന്റ് ഇലക്ഷനിൽ അത് ഏതാണ്ട് 18%ആയി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് 16ആയി. ഈ തെരഞ്ഞെടുപ്പിൽ അത് 12 മോഡി വന്നുകൊണ്ടൊന്നും മാറാൻ പോണില്ല. മോഡി വന്നപ്പോൾ ഈ റബ്ബർ കർഷകർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം എന്തെങ്കിലും ഒരു പ്രഖ്യാപനം നടത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ വേദിയിൽ പ്രസംഗിച്ചത്. ഒരുപക്ഷെ താങ്ങുവില ഉയർത്തുന്ന ഒരു പ്രഖ്യാപനം അദ്ദേഹത്തിൽ നിന്നുണ്ടാകുമെന്നൊക്കെ റബ്ബർ കർഷകർ പ്രതീക്ഷിച്ചിരുന്നു. അത് സംഭവിച്ചില്ല. മോഡി ഇപ്പോൾ ആശയം പോരാഞ്ഞിട്ട് യൂറോപ്പിനുണ്ടും തുറന്നു കൊടുക്കുക. കേരളത്തിലെ ക്ഷീരകൃഷിക്കാരുടെ വയറ്റത്തടിക്കുന്ന പരിപാടിയാണ്. ഇന്ത്യയിലെ പാർട്ടികളെ രണ്ടായി തിരിക്കാം. ആസിം കരാറിന് വേണ്ടി ബാധിച്ചവർ, അതിൽ BJP പെടും, കോൺഗ്രസും പെടും. അതിനെതിർത്തവർ, അതിൽ കേരള കോൺഗ്രസ് എമ്മും വരും, LDFും വരും. ഇപ്പം അത് രണ്ടും ഒരുമിച്ചാണ്. അതുകൊണ്ട് അവരാണ് ഇന്നത്തെ അവസ്ഥയ്ക്ക് ഉത്തരവാദികൾ. ഇത്രയും തകർച്ച നേരിടുന്ന റബ്ബറിന് എന്തെങ്കിലും ഒരു സഹായം ഈ കേന്ദ്രത്തിന് നൽകാൻ പറ്റുന്നുണ്ടോ? ആസിം കരാറിന്റെ ഫലമായിട്ട് വലിയ നേട്ടം ഉണ്ടായിട്ടെന്നല്ലേ പറയണേ. കോട്ടം മാത്രം കിട്ടിയ കേരളത്തിന് എന്തെങ്കിലും ഒരു സഹായം കൊടുക്കുക. ഈ തെരഞ്ഞെടുപ്പ് വന്ന് പ്രസംഗിക്കുമ്പോൾ പോലും ഒരു വാചകം നല്ലത് അതിനെക്കുറിച്ച് പറയാനില്ലാത്ത പ്രധാനമന്ത്രി. അതാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് തലമൊട്ടയടിച്ചൊരു പ്രതിഷേധമൊക്കെ നടത്തിയിരുന്നു. അങ്ങ് LDF പ്രധാനമായും അങ്ങയുടെ നേതൃത്വത്തിൽ വിജ്ഞാന പത്തനംതിട്ട എന്നൊരു പദ്ധതി നടപ്പാക്കുന്നു. അത് തട്ടിപ്പാണെന്നാണ് യൂത്ത് കോൺഗ്രസ്സുകാർ പറയുന്നത്. സാധാരണ പ്രതിഷേധം മുഴുവൻ ജോലി കിട്ടാത്തതിനെ കുറിച്ചാണ്. ഇപ്പം ജോലി കിട്ടുന്നതിനെതിരെ തലമുണ്ടനം ചെയ്യുക. അപ്പം അവർ പറയുന്ന തട്ടിപ്പാ, വരുന്നവർക്കൊക്കെ ജോലി കൊടുക്കത്തില്ല. 1000 ITI പാസ്സായ വെൽഡർമാരെ വേണം ഓസ്ട്രേലിയക്ക്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് കാര്യം ചെയ്യട്ടെ, ജില്ലയിലെ മുഴുവനും ITIക്കാരെ സംഘടിപ്പിച്ച് രജിസ്റ്റർ ചെയ്യിക്ക്. എന്നിട്ട് ജോലി കിട്ടുമോ ഇല്ലയോ നോക്ക്. ഒരു മത്സരം. എന്നിട്ട് ജോലി കൊടുത്തില്ലെങ്കിൽ ജോലി തന്നില്ല എന്നും പറഞ്ഞ് സമരം ചെയ്യുന്നു. അങ്ങനെ പോസിറ്റീവായിട്ട് സമരം ചെയ്യും. വെറുതെ തലമുണ്ടനം ചെയ്ത് എന്തോന്ന് ഈ കോപ്രായം കാണിക്കണം. ഇത് കാണിക്കണതേ കൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ LDFിലെ മറ്റ് ഘടകകക്ഷികളിൽ നിന്നുള്ള പിന്തുണയൊക്കെ അങ്ങേക്ക് എങ്ങനെയുണ്ട്? നല്ല പിന്തുണയല്ലേ. LDF ഏറ്റവും കെട്ടുറപ്പോടെയല്ലേ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞ RJDയുടെ കൺവെൻഷനിൽ നിന്നാണ്. LDFിന്റെ ഘടകകക്ഷികൾ കൂട്ടായിട്ടും പ്രത്യേകവും ഈ തെരഞ്ഞെടുപ്പിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ശുഭപ്രതീക്ഷയിൽ തന്നെയാണ്. പൂർണ്ണമായിട്ടും ഒരു സംശയമില്ല. ഇനിയിപ്പോൾ ഏതാനും ആഴ്ചകൾ മാത്രമേ ഉള്ളൂ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്. LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് ഓടി നടന്ന് പ്രചരണം നടത്തുകയാണ്. ഇക്കുറി ഏതായാലും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ LDF ചരിത്രം തിരുത്തി കുറിക്കുമെന്നാണ് തോമസ് ഐസക് പറയുന്നത്. BD ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.